ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാളിമലർക്കാവ് ഒരു ചേച്ചി പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്തിരുന്നു. ഈ ക്ഷേത്രം എവിടെയാണ്, ആ അനുഭവം കേട്ടിട്ട് എല്ലാവർക്കും അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ ഇപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു. അപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാളിമലർക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാക്കാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 3 പിടിക പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വഴിപാട് ചെയ്യണം, എത്ര രൂപയാവും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ടായി. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപം തന്നെയാണ്, അല്ലാണ്ട് മറ്റൊരു വഴിപാടും അവിടെ ഇല്ല. അപ്പോൾ നാമജപത്തിനായിട്ടാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത്. ചൊവ്വാഴ്ചകളിലാണ് അവിടെ പ്രത്യേകത. എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ വൈകുന്നേരവും രാവിലെയും രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാമജപത്തിൽ പങ്കെടുക്കാം. ഏകദേശം 10-11 മണി വരെ നാമജപം ഉണ്ടാവും. 4-5 മണിക്കൂർ നേരത്തേക്ക് എല്ലാവരും ചേർന്നിരുന്നിട്ടുള്ള നാമജപമാണ്. വളരെ കുറച്ച് അമ്പലങ്ങളിൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയായി അമ്മ ഒരുങ്ങുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. നല്ല ഭംഗിയായിരിക്കും. നല്ല പുടവയൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ ചന്ദനമൊക്കെ ചാർത്തി നല്ല രസമായിരിക്കും അന്ന് ദേവീനെ കാണാൻ. അവിടെ തന്നെ ദേവി പ്രതിഷ്ഠകൾ 2 ഉണ്ട്. ഒന്ന് മേൽക്കാവിൽ കീഴ്ക്കാവിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് ഒന്ന് രൗദ്രഭാവത്തിലുണ്ട്, ഒന്ന് മെയിൻ സൗമ്യഭാവത്തിലുള്ള ദേവിയുണ്ട്. മെയിൻ അമ്പലത്തിൽ സൗമ്യഭാവത്തിലുള്ള ദേവിയാണ്. അപ്പോൾ ഇനി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എണ്ണ ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ. നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകുക. അവിടെ എണ്ണ വയ്ക്കുക. എണ്ണ വെച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങൾ അവിടെ തന്നെ എണ്ണ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ എണ്ണ വാങ്ങിച്ച് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ആ നടയിൽ കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് 7 ചൊവ്വാഴ്ചകൾ സ്ഥിരമായിട്ട് എന്ത് കാര്യസിദ്ധിയാണോ ആ സിദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോയി ഈ നാമജപത്തിൽ പങ്കുകൊള്ളുക. അത് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക, നിറഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അതിലൊരു പോസിറ്റീവ് മൈൻഡ് വരും. ഒപ്പം തന്നെ ദേവി നിങ്ങൾക്ക്, അതായത് ദൈവസങ്കല്പം നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്താണെന്നുള്ളത് 7 ആഴ്ച കഴിഞ്ഞ് എണ്ണ നോട്ടത്തിന് ഒരു ദിവസം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ എണ്ണ നിങ്ങളുടെ പേരും നാളും എഴുതി വെച്ച എണ്ണ ആടിക്കഴിഞ്ഞിട്ടുള്ള എൻ്റെ ബാക്കി നോക്കിയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് അനുകൂലമായെങ്കിൽ നിങ്ങളുടെ കാര്യസിദ്ധി എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാളിമലർക്കാവ് ക്ഷേത്രം ഇരിഞ്ഞാലക്കുട കാക്കാത്തുരുത്തി എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 3 പീടിക പോണ വഴിയിലാണ്. അപ്പോൾ മാക്സിമം ഷെയർ